ദി ന്യൂസ് ഐയിലേക്ക് സ്വാഗതം. തമിഴ്നാട്ടിൽ താരാരാധന പുതുമയുള്ള കാര്യമല്ല. ഇഷ്ടതാരത്തിനു വേണ്ടി മരിക്കാൻ വരെ തയ്യാറാവുന്നവരാണ് തമിഴർ. അതുകൊണ്ട് തന്നെ തമിഴരുടെ ഈ നിലപാട് എത്രത്തോളം ശരിയായിരുന്നു എന്ന് കാലമാണ് തെളിയിക്കേണ്ടത്. കാരണം തമിഴരുടെ സൂപ്പർ താരമായ വിജയിയുടെ നേതൃത്വത്തിൽ തമിഴ്നാട്ടിൽ പുതിയ സർക്കാരുണ്ടാവാൻ പോവുകയാണ്. എന്നാൽ രാഷ്ട്രീയ പാതയിൽ ഏറെയൊന്നും സഞ്ചരിച്ചിട്ടില്ലാത്ത വിജയിയും അദ്ദേഹത്തിൻ്റെ സർക്കാരും എങ്ങനെയാണ് മുന്നോട്ട് പോവുകയെന്നത് ആശ്ചര്യത്തേക്കാൾ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. ആശയടിത്തറയോ രാഷ്ട്രീയ ലക്ഷ്യത്തിൽ വ്യക്തതയോ കൃത്യമായ സംഘടനാ സംവിധാനമോ ഇല്ലാത്ത ഒരു പാർട്ടിയാണ് വിജയിയുടേത്. ജന പിന്തുണയുള്ളതോ സുപരിചിതരോ ആയ നേതാക്കളില്ല. ആകെയുള്ളത് വിജയ് എന്ന ഒറ്റയാൻ്റെ താരമൂല്യം മാത്രമായിരുന്നു. തമിഴക വെട്ടിക്കഴകത്തിൻ്റെ മൂലധനം. രജനികാന്ത് പരീക്ഷിക്കാൻ നിൽക്കാതെ പിന്മാറിയ കമൽഹാസനും വിജയകാന്തും ശരത് കുമാറും പരീക്ഷിച്ചിട്ടും വിജയം കാണാത്ത തമിഴകത്ത് പക്ഷേ വിജയ് വിജയം നേടുകയാണ്. അതും സംസ്ഥാനത്തെ ദ്രാവിഡ പാർട്ടികളുടെ കുത്തക തകർത്തുകൊണ്ട്. സ്റ്റാലിൻ സർക്കാരിനെതിരായ നിശബ്ദമായ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ആനുകൂല്യം വിജയ് സ്വന്തമാക്കിയപ്പോൾ TVK എന്ന പുതുപാർട്ടിക്ക് അധികാരത്തിലേക്കാണ് വഴി തുറന്നത്. MGRനും ജയലളിതയ്ക്കും ശേഷം തമിഴകത്ത് വീണ്ടും ഒരു താരം അധികാരത്തിലേക്ക് എത്തുമ്പോൾ അതിന് ചില സവിശേഷമായ രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുണ്ട്. കാമരാജിന് ശേഷം ദ്രാവിഡ ആശയങ്ങളും പാരമ്പര്യവും പിൻപറ്റുന്ന DMKയും AIADMKയുമാണ് സംസ്ഥാനത്ത് മാറി മാറി ഭരണത്തിലിരുന്നത്. ഏതു തരംഗത്തിലും വൈകാരിക സാഹചര്യങ്ങളിലും രാഷ്ട്രീയ പാർട്ടികൾക്കോ മറ്റ് തദ്ദേശീയ ബദലുകൾക്കോ തമിഴകം ഇടം നൽകിയതുമില്ല. എന്നാൽ ഇക്കുറി രണ്ട് മുന്നണികൾക്കും അപ്പുറത്ത് തങ്ങൾക്ക് പരീക്ഷിക്കാനുള്ള സാധ്യതയായി ജനങ്ങൾ കണ്ടത് വിജയിയാണ്. വിജയ് തങ്ങളുടെ രക്ഷകനാകുമെന്ന് വലിയ വിഭാഗം ജനങ്ങൾ കരുതി. അവസരം നിഷേധിക്കപ്പെട്ട യുവാക്കൾ വിജയിയെ പരീക്ഷിക്കണമെന്ന് മുതിർന്നവരോട് പറഞ്ഞു. സ്ത്രീകളും കുട്ടികളും വിജയിക്കായി രംഗത്തിറങ്ങി. വൻ റാലികളും റോഡ് ഷോകളും ഡിജിറ്റൽ പ്രചാരണങ്ങളും നടത്തി. DMK മുന്നണിയും BJP പിന്തുണയോടെ AIADMK മുന്നണിയും വലിയ ഓളമുണ്ടാക്കുമ്പോൾ വിജയ്ക്ക് വേണ്ടി നഗര ഗ്രാമ മേഖലകളിൽ യുവാക്കളും സ്ത്രീകളും നിശബ്ദമായി വോട്ടുറപ്പിക്കുകയായിരുന്നു. സംഘടനാ സംവിധാനത്തിലെ പോരായ്മകളും പാടവമുള്ള നേതാക്കളുടെ അഭാവവും പരിമിതി തീർത്തപ്പോഴും കൃത്യമായ ആസൂത്രണത്തോടെയാണ് വിജയ് കളത്തിലിറങ്ങിയത്. എല്ലാ ജില്ലകളിലും നേരിട്ടെത്തി നേതാക്കളും പ്രവർത്തകരുമായി സംവദിച്ചും പൊതുവിഷയങ്ങളിൽ പ്രതികരിക്കേണ്ട അവസരങ്ങളിലെല്ലാം നിലപാട് പറഞ്ഞും വിജയ് ഒരു വർഷത്തോളമായി തമിഴ്നാട്ടിൽ ബദലായി നിൽപ്പായിരുന്നു. BJPയെയും DMKയെയും പ്രഖ്യാപിത എതിരാളികളായി നിശ്ചയിക്കുകയും അവരോട് സന്ധിയില്ലെന്ന് ഉറക്കെ പറയുകയും ചെയ്തതോടെ താൻ ഒറ്റയ്ക്ക് തന്നെ തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന് വിജയ് ഉറപ്പിച്ചു. അതുവഴി ഇരു പാർട്ടികളോടുമുള്ള നിഷേധ വോട്ട് TVKയിലേക്ക് വിജയ് സമാഹരിച്ചു. നഗരങ്ങളിൽ വിവിധ കാരണങ്ങളാൽ വീർപ്പുമുട്ടിയ മധ്യവർഗത്തെയും ഗ്രാമങ്ങളിലെ സാധാരണക്കാരെയും പലവിധത്തിലുള്ള വാഗ്ദാനങ്ങളിലൂടെ കയ്യിലെടുത്തു. അഴിമതി, സ്വജന പക്ഷപാതം, അതിക്രമം, വർഗീയത, വിദ്വേഷ പ്രചാരണം തുടങ്ങിയവയുമായി ബന്ധപ്പെടുത്തി DMKയും AIADMKയും എതിരെ പ്രചാരണം നയിച്ചു. വിജയ് എത്തിയ സ്ഥലങ്ങളിലെ വൻ ആൾക്കൂട്ടം താരത്തെ കാണാൻ മാത്രമാണെന്നും അത് വോട്ടായി മാറില്ലെന്നുമാണ് സ്റ്റാലിനും എടപ്പാടി പളനിസ്വാമിയും പറഞ്ഞിരുന്നത്. അവസരം കിട്ടിയപ്പോഴെല്ലാം വിജയിയെ കണക്കറ്റ് പരിഹസിക്കാനും ഇരു നേതാക്കളും മടിച്ചില്ല. കരൂരിൽ ആൾക്കൂട്ട ദുരന്തമുണ്ടായതിന് പിന്നാലെ സ്ഥലത്ത് നിന്ന് പിൻവാങ്ങി ചെന്നൈയിലെത്തിയ വിജയ് ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന നേതാവായി എതിരാളികൾ വിശേഷിപ്പിച്ചു. എന്നാൽ തന്നെ കുരുക്കാൻ ശ്രമിക്കുകയാണെന്ന താരത്തിൻ്റെ വാക്കുകളാണ് ജനം കേട്ടത്. ഒടുവിൽ കണക്കുകൂട്ടലുകൾ അപ്പാടെ തെറ്റിദ്ധരിച്ച് വിജയ് കൊയ്തു. പാർട്ടി രൂപീകരിച്ച് ഒരു വർഷത്തിനിടെയാണ് തമിഴക വെട്ടിക്കഴകം തമിഴ്നാടിൻ്റെ രാഷ്ട്രീയ ഭൂമിക സ്വന്തമാക്കുന്നത്. സൂപ്പർ താരങ്ങളെ നെഞ്ചിലേറ്റിയ തമിഴകത്തിൻ്റെ രാഷ്ട്രീയ മണ്ണിലേക്ക് മുൻഗാമികളെ പോലും അമ്പരപ്പിക്കുന്ന അനായാസ വിജയത്തോടെയാണ് വിജയ് ചുവടുവെച്ചിരിക്കുന്നത്. DMKയും DMKയും മാറി മാറി ഭരിച്ച സംസ്ഥാനത്ത് ഇത്തവണ കടുത്ത ത്രികോണ മത്സരത്തിന് കളമൊരുക്കിയത് വിജയിയുടെ വരവായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്നുണ്ടായതല്ല ഈ രാഷ്ട്രീയ പ്രവേശം. അതിനു പിന്നിൽ വർഷങ്ങളായുള്ള കൃത്യമായ ആസൂത്രണമുണ്ടായിരുന്നു. തൻ്റെ ആരാധക സംഘടനയായ വിജയ് മക്കൾ ഇയക്കം ഭാവിയിൽ വോട്ട് ബാങ്കായി മാറുമെന്ന ദീർഘവീക്ഷണമാണ് അദ്ദേഹത്തെ നയിച്ചത്.
2024 ഫെബ്രുവരി 2-ന് വിജയ് മക്കൾ ഇയക്കം ഔദ്യോഗികമായി തമിഴക വെട്രി കഴകം എന്ന രാഷ്ട്രീയ പാർട്ടിയായി മാറി. ദ്രാവിഡ കക്ഷികൾക്ക് പിന്നാലെ പോകാതെ സ്വതന്ത്ര പാത DMK-യുടെ കുടുംബ രാഷ്ട്രീയത്തെയും BJP-യുടെ കപട ദേശീയതയെയും ഒരുപോലെ വിമർശിച്ചു. 1974 ജൂൺ 22-ന് ചെന്നൈയിലാണ് ചന്ദ്രശേഖരൻ ജോസഫ് വിജയ് എന്ന വിജയുടെ ജനനം. പ്രശസ്ത സംവിധായകനും നിർമ്മാതാവുമായ SA ചന്ദ്രശേഖരൻ്റെയും ഗായിക ശോഭയുടെയും മകൻ വെട്രി എന്ന ചിത്രത്തിലൂടെ ബാലതാരമായി തുടക്കം. 1992-ൽ അച്ഛൻ സംവിധാനം ചെയ്ത നാളയ്യ തീർപ്പ് എന്ന ചിത്രത്തിലൂടെ നായകനായി അരങ്ങേറ്റം കുറിച്ചു. ആദ്യ ചിത്രം പരാജയപ്പെട്ടെങ്കിലും തുടർന്നുള്ള 3 പതിറ്റാണ്ടുകളിൽ 70ഓളം ചിത്രങ്ങളിലൂടെ തമിഴകത്തിൻ്റെ സ്വന്തം ഇളയ ദളപതിയായി വിജയ് വളർന്നു. ചെന്നൈ ലയോള കോളേജിൽ നിന്ന് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ബിരുദം നേടിയ വിജയ് ആദ്യകാലങ്ങളിൽ റൊമാൻറ്റിക് ഹീറോ പരിവേഷത്തിലായിരുന്നുവെങ്കിലും പിന്നീട് മാസ് ആക്ഷൻ ഹീറോയായി മാറി. 2012-ന് ശേഷം സാമൂഹിക നീതിയിൽ ഊന്നിയ രക്ഷകൻ കഥാപാത്രത്തിലൂടെ തൻ്റെ രാഷ്ട്രീയ പ്രതിച്ഛായ അദ്ദേഹം കൃത്യമായി നിർമ്മിച്ചെടുത്തു. ഇതിനിടെ കരൂരിലെ TVK റാലിക്കിടെയുണ്ടായ തെക്കിലും തിരക്കിലും പെട്ട് 40-ലധികം പേർ മരിച്ച സംഭവം വലിയ വിവാദങ്ങൾക്കും ചോദ്യങ്ങൾക്കും വഴിവെച്ചെങ്കിലും അതിനെയെല്ലാം അതിജീവിക്കാൻ വിജയിക്കായി.